Dashing through the snow in a one-horse open sleigh. O'er the fields we go, laughing all the way. The bells on bobtail ring, they make our spirits bright. Hello everyone. ഇന്ന് നമുക്ക് ഒരു കപ്പ് കേക്ക് ആയാലോ? അത് ഉണ്ടാക്കുന്നത് എൻ്റെ ഫ്രണ്ട് ധന്യാണ്. ഹായ്, മെരി ക്രിസ്മസ് എല്ലാവർക്കും. എന്ത് ടൈപ്പ് കപ്പ് കേക്ക് ആണ് എന്നുള്ളത് നമുക്ക് ധന്യോട് തന്നെ ചോദിക്കാം അല്ലേ? എൻ്റെ കുട്ടികൾക്ക് ചോക്ലേറ്റ് കപ്പ് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ക്രിസ്മസിന് പ്രാവശ്യം നമുക്കൊരു ചോക്ലേറ്റ് കപ്പ് കേക്ക് ഉണ്ടാക്കാം. നമുക്ക് ഓക്കെ. ചോക്ലേറ്റ് കപ്പ് കേക്ക് മാത്രമല്ല ഉണ്ടാക്കാറ്, പല ടൈപ്പ് കപ്പ് കേക്ക്സ് ഉണ്ടാക്കാറുണ്ട്. ഇവിടെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിന് കപ്പ് കേക്ക്സ് വേണമെങ്കിൽ അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ടാണ് പറയാറുള്ളത്. അപ്പൊ ഇത്തവണ നമുക്ക് ചോക്ലേറ്റിൽ തന്നെ തുടങ്ങാം. നെക്സ്റ്റ് ടൈം നമുക്ക് വേറെ. ഓക്കെ, ശരി, നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസുമായിട്ട് ഈ കേക്ക് മിക്സ്ചറിനെ കേക്ക് ഉണ്ടാക്കുന്നതിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആദ്യം നോക്കാം. ഓൾ പർപ്പസ് ഫ്ലോർ 1/3 കപ്പ്, അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡർ, ഞാനിവിടെ ഹെർഷീസിൻ്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, 3/4 കപ്പ്, ആൻഡ് പൗഡേർഡ് ഷുഗർ 1.5 കപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് പൗഡർ ചെയ്തെടുക്കണം, ഗ്രാനുലേറ്റഡ് ഷുഗർ എടുക്കില്ല, കാരണം മിക്സ് ആവാൻ വേണ്ടി പാടായിരിക്കും. ബേക്കിംഗ് പൗഡർ 2 ടീസ്പൂൺസ്, പിന്നെ ബേക്കിംഗ് സോഡ നമുക്ക് വേണ്ടിയത് 1/4 ടീസ്പൂൺ, ഒരു 2 പിഞ്ച് കോഫി പൗഡർ, അതാണിത്, പിന്നെ 1 പിഞ്ച് സോൾട്ട്. അപ്പം എത്രയാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് വെക്കാം. 1 കപ്പ് ബട്ടർ മിൽക്ക്, 2 മുട്ട, 3/4 ടീസ്പൂൺ ഓഫ് വാനില എസൻസ്, 3 ടേബിൾ സ്പൂൺ ഓഫ് ബട്ടർ. ഇത്രയാണ് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ബട്ടർ മിൽക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ, റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന 1 കപ്പ് പാലിൻ്റെ അകത്തോട്ട് 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഒരു 2-3 മണിക്കൂർ പുറത്ത് വെക്കാം. ഒത്തിരി പുളിച്ച് തൈരൊന്നും ആവണ്ട, ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് മോരാവണം, ഇത്രേ ഉള്ളൂ. അല്ലാതെ പുളിച്ച് തൈര് പോലെ ഒന്നും വരണ്ട. ഇനി നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു ബൗളിൻ്റെ അകത്ത് എടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം. നല്ലതായിട്ട് സിഫ്റ്റ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ നമുക്കിപ്പോൾ മിക്സ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ അവൻ ഒന്ന് 175 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ് to 30 മിനിറ്റ്സ് വരെ, അത് നിങ്ങളുടെ അപ്ലയൻസസിന്റെ സെറ്റിംഗ് പോലെ ഇരിക്കും, അതിനനുസരിച്ച് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് വരുന്നത്. ഫ്ലോറും കോക്കോ പൗഡറും ബേക്കിംഗ് സോഡ, സോൾട്ട്, ബേക്കിംഗ് പൗഡർ ആൻഡ് കോഫി, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് സ്വിഫ്റ്റ് ചെയ്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇപ്പം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ സിഫ്റ്റ് ചെയ്ത് മാറ്റി, ഇവനെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 ടേബിൾ സ്പൂൺ ഓഫ് ബട്ടറും ഇത്രയും ഷുഗറും നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് വേണം അതിനെ ബീറ്റ് ചെയ്തെടുക്കാൻ. അതിന് എൻ്റെ കയ്യിൽ ഒരു ടേബിൾ ടോപ്പ് മിക്സർ ഉണ്ട്, ഞാനത് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ അറ്റാച്ച്മെൻറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അല്ലാത്തവർക്ക് ഹാൻഡ് ബ്ലെൻഡർ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ വിസ്ക് വെച്ച് ചെയ്യാം, പക്ഷേ ഒത്തിരി സമയം എടുക്കും. ബെറ്റർ കൈയും വേദനിക്കും, ഫ്ലഫി ആവുന്നവരെ ചെയ്യണ്ടേ, ഒത്തിരി സമയം എടുക്കും. സോ ഇറ്റ്സ് ബെറ്റർ യു യൂസ് ഇലക്ട്രിക്കൽ അപ്ലയൻസ്. അപ്പം നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഞാനിത് ഫ്ലഫി ആക്കി അടിച്ചുകൊണ്ട് വരാം. ഫസ്റ്റ് ബട്ടർ, പിന്നെ നമുക്ക് കുറച്ച് ഷുഗർ ഇട്ടിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം. കാരണം നമ്മൾ എല്ലാം കൂടെ ഇട്ടിട്ട് അടിക്കാൻ നോക്കുമ്പോൾ ഈ ഇതെല്ലാം കൂടെ പറന്നു പോകും, ഷുഗർ എല്ലാം കൂടെ പറക്കും. അപ്പൊ വളരെ ലോ സ്പീഡിലിട്ട് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ക്രംബ്ലി ആയി കഴിഞ്ഞിട്ട് ബാക്കി ഷുഗർ. ഹാൻഡ് ബ്ലെൻഡർ ആണെങ്കിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് നമ്മൾ ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മൾ നമ്മുടെ ബട്ടറും ഷുഗറും കൂടെ മിക്സ് ചെയ്ത് ഏതാണ്ട് ഈ പരിവാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുട്ട ഓരോന്നായിട്ട് അടിച്ചതിനകത്ത് ചേർക്കണം. ഒരു മുട്ട മിക്സ് ആയി കഴിഞ്ഞിട്ട് അടുത്ത മുട്ട ഇടണം. ഓക്കെ, അപ്പൊ നമുക്ക് മുട്ട മിക്സ് ചെയ്യുക, അതിന്റെ കൂട്ടത്തില് വാനില എസൻസും ചേർക്കാം. നമ്മൾ ഓൾട്ടർനേറ്റീവ്ലി കുറച്ച് ഫ്ലോർ ഇട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ബട്ടർ മിൽക്കും ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് മിക്സ് ആയി കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ചായിട്ട് മിക്സ് ചെയ്തിട്ട്.
ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡിയായി. ഏതാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി, ഇച്ചിരി ഒരു ടൈറ്റായിട്ട് ആ ഷേപ്പ് ഹോൾഡ് ചെയ്യണം. ഓക്കെ ഓക്കെ, അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഒരു 8 എഴുതുമ്പോൾ 8 എന്ന് വരണം. ഓക്കെ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുവിധം റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ബാറ്റർ ഒന്നും ശരിയാവത്തില്ല. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം, ബട്ടർ റൂം ടെമ്പറേച്ചറിലായിരിക്കണം, ബട്ടർ മിൽക്ക് ഇതെല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇപ്പൊ തണുപ്പ് കാലമായതുകൊണ്ട് കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെച്ചില്ലെങ്കിൽ പണി കിട്ടും. ഫ്ലഫി ആവില്ല അല്ലേ? ഫ്ലഫി ആവത്തില്ല. എല്ലാം നമുക്ക് പുട്ടിനൊക്കെ കുഴപ്പമില്ല ആയി പോകും. പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു മഫിൻ ട്രേ വേണം. അതിൻ്റെ അതുപോലെ നമുക്ക് കപ്പ് ലൈനേഴ്സ് കിട്ടും. അത് ഇഷ്ടമുള്ള ഡിസൈനോ ഇല്ലാത്തതോ എന്നാന്ന് വെച്ചാൽ അതുപോലെ എടുത്തിട്ട് വെക്കുക. ഓരോ നമുക്ക് സ്പ്രേ ഒന്നും അടിക്കേണ്ട കാര്യമില്ല, ലൈനേഴ്സ് മാത്രം വെച്ചാൽ മതി. സോ ഇറ്റ്സ് റെഡി. നമുക്ക് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യണം. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഫുള്ളി ഫില്ല് ചെയ്യരുത്. ഒരു 3/4 മാത്രമേ ഫില്ല് ചെയ്യാവുള്ളൂ. കാരണം പൊങ്ങാനുള്ള ഒരു സ്ഥലം വേണം. അതുകൊണ്ട് അത്ര മാത്രമേ ഫില്ല് ചെയ്യാവുള്ളൂ. നല്ലൊരു റിബൺ പോലെ വരുന്നുണ്ടോ, അതുപോലെ വരണം. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് ആ ബാറ്റർ ഈവൻലി എല്ലാം ഒന്ന് സ്പ്രെഡ് ആയി പോകാൻ വേണ്ടി. എല്ലാം ഫില്ല് ചെയ്ത് നമ്മളിനി നമുക്ക് അവൻ്റെ അകത്ത് കൊണ്ടുവയ്ക്കാം. ഓക്കെ. ഒരു മിഡിൽ റാക്കിൽ. ഓക്കെ. എത്ര നേരം ടൈം? ഒരു 20 to 30 minutes നമ്മൾ വെക്കണം. ആൻഡ് ഞാനിപ്പോൾ 30 minutes വെച്ചിരിക്കുന്നത്. ഒരു 25 minute ഒക്കെ ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരു 20 minute ആകുമ്പോഴത്തേക്കും ഒരു ടൂത്ത് പിക്ക് എടുത്ത് കുത്തി നോക്കുക. ആൻഡ് അത് ക്ലീൻ ആയിട്ട് വരുവാണെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയാണ്, നമുക്ക് എടുക്കാൻ പുറത്ത്. സോ ജസ്റ്റ് കീപ്പ് എ വാച്ച്, നോക്കിക്കൊണ്ടിരിക്കുക. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇനി നമുക്ക് ഐസിങ് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു 250 grams അല്ലെങ്കിൽ ഒരു 1 cup ഓഫ് ഐസിങ് ഷുഗർ. ഐസിങ് ഷുഗർ തന്നെ മേടിക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഷുഗർ പൗഡർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐസിങ് കുറെ കൂടെ ഗ്രേനി ആയി പോകും. ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് എനിക്ക് ടിപ്പാണ്. ഐസിങ് ഷുഗർ തന്നെ മേടിച്ച് ഐസിങ് ഉണ്ടാക്കണം ടു ഗെറ്റ് എ വെരി സ്മൂത്ത് ഐസിങ്. പിന്നെ ഒരു 15 ml പാല്. ഓക്കെ. പിന്നെ ഒരു 1/2 teaspoon വെനില എസൻസ്. പിന്നെ സ്പ്രിങ്കിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തൊക്കെ ഡെക്കറേഷന് വേണ്ടി. പിന്നെ വേണ്ടത് നമുക്ക് ബട്ടർ വേണം. ഒരു 80 grams ഓഫ് ബട്ടർ. ഇതെല്ലാം കൂടെ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ട് ഐസിങ്ങിന്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എടുക്കാം. ഓക്കെ. നമ്മൾ ബട്ടർ ഇട്ടു, ഷുഗർ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ബീറ്ററിൽ ബീറ്റ് ചെയ്തെടുക്കണം അല്ലേ? ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അതോടെ നമുക്ക് വാനില എസൻസ് ചേർക്കാം. നമുക്ക് പാല് ചേർക്കാവേ. കുറച്ച് പാൽ ആദ്യം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കുറച്ച് പാല് ചേർക്കാം. ഈ ബട്ടറിന്റെ കളർ ഒന്ന് മാറി, യെല്ലോ കളർ മാറി ഒരു വൈറ്റിഷ് കളർ ആവുന്നിടം വരെ നമ്മൾ ഇവനെ ബീറ്റ് ചെയ്യണം. അതിന് ഇനി ബാക്കിയുള്ള ഷുഗറും കൂടെ പതുക്കെ ആഡ് ചെയ്യണം. അതിന്റെ ഗ്രേവി കൺസിസ്റ്റൻസി മാറി നല്ലതായിട്ട് ഷുഗറും പാലും എല്ലാം കൂടെ നല്ലതായിട്ടൊക്കെ മിക്സ് ആവണം. ഇപ്പം നമ്മൾ ഐസിങ്ങിനെ ബീറ്റ് ചെയ്ത് ആ യെല്ലോ കളറൊക്കെ മാറി ഇപ്പോൾ ഒരു നല്ലൊരു ഓഫ് വൈറ്റ് കളറായി ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടി. ഇനിയിപ്പോൾ നമുക്കിവനെ പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് നമ്മുടെ ഇമാജിനേഷൻ പോലെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ടാലന്റ് പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് കഴിക്കാം. അപ്പൊ ഇനി കേക്ക് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. യെസ്, ഇപ്പൊ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഓക്കെ. നമുക്ക് കേക്ക് റെഡി ആയോന്ന് എങ്ങനെയാ നോക്കണ്ടേന്ന് പറഞ്ഞുതരാം. പിന്നെ പുറത്ത് എടുത്തിട്ട് നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കണം. കുത്തി നോക്കുമ്പോൾ കേക്ക് നല്ല ക്ലീൻ ആയിട്ട് ഇതുപോലെ വരുവാണെങ്കിൽ ദാറ്റ് മീൻസ് ദ കേക്ക് ഈസ് റെഡി. ഓക്കെ. എല്ലാം ക്ലീൻ ആയിട്ട് വന്നു. അപ്പൊ ഇത് റെഡിയാണ്. നമുക്ക് ഇതിനെ പുറത്തെടുക്കാം. നമ്മളൊരു 20 minutes വെച്ചു അല്ലേ? 20 to 25 minutes ഞാൻ വെച്ചു. ഇപ്പം നമ്മുടെ കപ്പ് കേക്ക്സ് എല്ലാം റെഡിയായി. ഞാനിതിനെ അവൻ്റെ അകത്തുനിന്ന് എടുത്ത് ഒരു കൂളിംഗ് റാക്കിന് മേളിൽ വെച്ചിട്ടുണ്ട്. ഒരു 10-15 minutes ഇവരൊന്ന് റെസ്റ്റ് ചെയ്യണം. റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഐസിങ് ചെയ്യാം. ഇത് ഫുള്ളി തണുത്ത് കഴിഞ്ഞിട്ടേ ഐസിങ് ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ ഐസിങ് എല്ലാം മെൽറ്റ് ആയി പോകും. അതുകൊണ്ട് കുറച്ചൊന്ന് കൂൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഐസിങ്. ഇത് ഓപ്ഷണലാണ്, ചെയ്യേണ്ടവർക്ക് ചെയ്താൽ മതി. പറഞ്ഞ പോലെ പിള്ളേർക്കൊക്കെ ഐസിങ് ചെയ്യുമ്പോൾ ഇഷ്ടമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് വലിയവർക്കാണെങ്കിൽ ചുമ്മാതെ കഴിച്ചാലും മതി. Cakes are ready. Cupcake, chocolate cupcake ready.
Dashing through the snow in a one-horse open sleigh. O'er the fields we go, laughing all the way. The bells on bobtail ring, they make our spirits bright.